കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ജ്യോതി, DK എന്താണെന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട. DK ഞങ്ങൾക്ക് വിശ്വാസമാണ്. DK പറഞ്ഞത് അമ്മയും വിശ്വസിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധിയില് ശക്തി നൽകി കൂടെ നിൽക്കുന്നുണ്ട്, സുഹൃത്തുക്കൾ കൂടെ നിൽക്കുന്നുണ്ട്. എന്നിട്ടും നീ മാത്രം വിശ്വസിക്കുന്നില്ല. DK ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് നിന്നെയാ. ആര് DK വിശ്വസിച്ചാലും നീ DK വിശ്വസിക്കുമെന്ന് അദ്ദേഹം കരുതി. ജ്യോതി, DKയുടെ മനസ്സിൽ ചോര പൊടിയുന്നത് കണ്ട് നെഞ്ചു പൊള്ളിയിട്ട് ഞങ്ങളിപ്പോ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നേ. മൂകാംബികയിൽ പോയി വന്ന ശേഷം നീയും DKയും തമ്മിലുള്ള സ്നേഹവും അടുപ്പം എല്ലാം കണ്ട് ഞങ്ങൾക്ക് അസൂയയും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ആസ്വദിക്കുകയും ചെയ്തിരുന്നു. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹം എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങളെ കണ്ടു പഠിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞു. ഏത് പെണ്ണും കൊതിക്കുന്ന സ്നേഹവും കരുതലോ DK നിനക്ക് തന്നത്. നിനക്കൊരു മുറിവേറ്റപ്പോ DKയുടെ മനസ്സ് പിടയ്ക്കുന്നത് ഞങ്ങൾ കണ്ടു. രാവും പകലും നിനക്ക് വേണ്ടി ജീവിക്കുന്ന DK ഞങ്ങളൊന്ന് കണ്ടു. ഹിറ്റ്ലർ എന്ന നാട്ടുകാർ വിളിച്ചിരുന്ന ഗൗരവക്കാരൻ നിന്റെ മുന്നിൽ പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി. നിന്റെ സ്നേഹത്തിൽ ജീവിച്ചു തുടങ്ങിയപ്പോ ഞങ്ങൾ എത്ര സന്തോഷിച്ചെന്നറിയോ? സുപ്രിയയുടെ മരണം നൽകിയ ഷോക്കിൽ നിന്ന് DK ജീവിതത്തിന്റെ സന്തോഷങ്ങളിലേക്ക് തിരിച്ചു വന്നപ്പോ അമരാവതിയുടെ മനസ്സാ സന്തോഷിച്ചു. അതുവരെ നിന്നെ എതിർത്തിരുന്ന ഞങ്ങള് നിന്നെ അംഗീകരിക്കാൻ തുടങ്ങിയത് അതുകൊണ്ടാ. ജ്യോതി, മറ്റൊന്നും നീ നോക്കണ്ട. DKയുടെ സ്നേഹവും നീ കാണണ്ട. പക്ഷെ നിന്നെ ജീവന് തുല്യ സ്നേഹിച്ച ഒരു അമ്മയുണ്ട് അവിടെ. പ്രസവിച്ചില്ലെങ്കിലും നീ എന്റെ മകളാന്ന് നിന്നോടൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് അമ്മ. നിന്റെ എല്ലാ കുസൃതികൾക്കും ഒപ്പം നിന്നിട്ടുമുണ്ട്. നിന്നെ സ്നേഹിച്ച പോലെ ആ അമ്മ ഞങ്ങളെ ആരെയും സ്നേഹിച്ചിട്ടില്ല. തകർന്നു പോയത് ആ അമ്മയാ ജ്യോതി. ആ അമ്മ നിനക്ക് ഈ ജീവിതത്തെ മാപ്പ് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കരയിൽ പിടിച്ചിട്ടൊരു മീനിന്റെ അവസ്ഥയിലാ അമ്മ. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, അമരാവതിക്ക് നാണക്കേടുണ്ടാക്കിയത് DKയെ ചതിച്ച ആ പെണ്ണല്ല. DKയെ തകർത്തതും ആ പെണ്ണ് കേസല്ല. അതൊക്കെ ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. DKയെ ചതിച്ചത് നീയാ, DKയെ തകർത്തത് നീയാ. ഇനി DKയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും നീ മാത്രമായിരിക്കും ഉത്തരവാദി. ഞാനോ? വെറുതെ എന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനെന്നല്ല, ഒരു ഭാര്യയും കാണാൻ പാടില്ലാത്ത അവസ്ഥയിലാ ഞാൻ എന്റെ ഭർത്താവിനെ കണ്ടത്. ഞാനൊരു ഭാര്യയാ, എനിക്കുണ്ട് അഭിമാനം. അതാർക്കു മുമ്പിൽ ഞാൻ പണയം വെക്കില്ല. ചുറ്റിലും നിന്ന് പത്രക്കാരും ചാനലുകാരും നാട്ടുകാരും DKയെ കൂകി വിളിച്ചപ്പോ ഞാൻ എന്റെ ഭർത്താവ് പറയുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്ന് നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ DK ഇത്രയ്ക്ക് നാണം കെടില്ലായിരുന്നു. DK ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് നീ DK വിശ്വസിച്ചില്ല. എന്താ അതിന് കാരണം? അമരാവതി വീടിപ്പോ ശവപ്പറമ്പിന് തുല്യോ. അവിടെ ജീവിക്കുന്ന ശവങ്ങൾ മാത്രമാ ഞങ്ങളിപ്പോ. നീയാ DK ചതിച്ചത്. ഈ സമയത്ത് നീ അമരാവതിയിൽ DKയ്ക്കൊപ്പം നിന്നിരുന്നെങ്കിൽ എല്ലാ കുറ്റപ്പെടുത്തലുകളും അവസാനിച്ചെന്നെ. നിന്റെ ഈ നിശബ്ദത ഞങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ജ്യോതി, നീ ഒന്നോർത്തോ, മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ അമ്മായിയച്ഛൻ പറയുന്നത് മാത്രമേ വിശ്വസിക്കൂ. എന്റെ ഭർത്താവിന് എനിക്ക് എന്റെ പ്രാണനേക്കാളും വിശ്വാസമാണ് മായി. പക്ഷെ തൽക്കാലം എനിക്ക് ഈ മുൾക്കിരീടം ചൂടിയേ പറ്റൂ. നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ? എന്റെ കൺമുമ്പിൽ കണ്ട കാഴ്ചയെക്കാളും വലുതായി ഒരു സാക്ഷ്യവും തൽക്കാലം എനിക്ക് വേണ്ട. അമരാവതിയിൽ ആ അമ്മ നിന്നെ അറിഞ്ഞൊന്ന് ശപിച്ചാലുണ്ടല്ലോ, നീ ഭസ്മമായി പോവും, ഓർത്തോ? ഞങ്ങളെല്ലാവരും DKയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കും. നീ തിരിച്ചു വന്നില്ലെങ്കിലും DKയ്ക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല.
അമരാവതിയും DKയും പഴയതുപോലെ തന്നെ അഭിമാനത്തോടെ തിരിച്ചു വരും. അന്ന് പക്ഷേ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും. ഞാൻ ഈ പറയുന്ന വാക്കുകൾ നീ കുറിച്ചു വെച്ചോ. ഇന്ന് നീ നിന്റെ ഇഷ്ടത്തിന് അമരാവതിയെയും DKയും ഉപേക്ഷിച്ചു പോന്നു. നാളെ നീ എത്ര ആഗ്രഹിച്ചാലും ഒരുപക്ഷെ യാചിച്ചാലും അമരാവതിയിലേക്കോ DKയുടെ ജീവിതത്തിലേക്കോ തിരിച്ചു വരാൻ നിനക്ക് സാധിച്ചു എന്ന് വരില്ല. അതായിരിക്കും കാലത്തിന്റെ കാവ്യനീതി. ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല, കേൾക്കാനും. നിന്റെ ഈ തീരുമാനം ഓർത്ത് നീ ദുഃഖിക്കും ജ്യോതി, ഒരുപാട് ദുഃഖിക്കും. ഇന്നു മുതൽ നിനക്ക് ഞങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ല. ഇതോടെ എല്ലാം തീർന്നു. മക്കളെ മക്കളെ ഞങ്ങളോട് പിണക്കൊന്നും തോന്നല്ലേ. തിരിച്ചു പോകാൻ ഞങ്ങൾ ആവുന്നത് നിർബന്ധിച്ചതാ. ഒരു തരത്തിൽ അവള് സമ്മതിക്കുന്നില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇതാ സ്വഭാവം. ഞങ്ങൾ എന്ത് ചെയ്യാനാ? അമരാവതിയിൽ അവളെ പൊന്നുപോലല്ലേ നോക്കിയത്? മഹാറാണിയെ പോലെ അവിടെ വാണവള. അവൾക്കിപ്പോ ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നാൻ എന്താ കാരണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ജ്യോതിയുടെ ഈ തീരുമാനത്തില് നിങ്ങൾക്കൊന്നും ഒരു പങ്കുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. DK എന്ന മരുമകനിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ കിട്ടിയതല്ലേ നിങ്ങൾക്ക്? അപ്പോ മരുമക്കൾ സഹായിക്കുന്നതിലോ ആ സഹായം സ്വീകരിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. പക്ഷേ ഇതുപോലുള്ള പെരുമാറ്റം കാണുമ്പോ മറ്റുള്ളവർക്ക് കൂടി വിഷമം തോന്നും. ഞങ്ങളും അമരാവതിയിൽ വന്നു കയറിയവരാ. എന്തൊക്കെ സംഭവിച്ചാലും സത്യം അറിയാതെ ഞങ്ങൾ ഒരു തീരുമാനം എടുക്കില്ല. ഇനി ഞങ്ങൾ ആരും ജ്യോതിയെ വിളിക്കാൻ ഇവിടേക്ക് വരില്ലെന്ന് മകളോടൊന്ന് പറഞ്ഞേക്ക്. ജ്യോതിയുടെ തീരുമാനം മാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നറിയാം. എന്നാലും ഇതുകൂടെ പറഞ്ഞു കൊടുത്തേക്ക്. അമരാവതി ഒരു സത്രമല്ലാന്ന് ഒന്നുകൂടി ഞങ്ങൾ പറയാം. ജ്യോതി കാരണമാണ് അമരാവതി ഇപ്പൊ നാണം കെടുന്നത്. ഈ നാണക്കേടും അടക്കം പറച്ചിലും കുറച്ചു ദിവസം കഴിയുമ്പോ അവസാനിക്കും. ഇപ്പൊ DKക്ക് കുറച്ച് മാനസിക പ്രയാസമുണ്ട്. ചെയ്യാത്ത തെറ്റിന്റെ നാണക്കേട് അനുഭവിക്കേണ്ടി വന്നതിന്റെ വിഷമമുണ്ട്. അതെല്ലാം അവസാനിക്കുന്ന ദിവസം ജ്യോതിയെ തേടി എത്തുന്നത് ചിലപ്പോ ഡിവോഴ്സ് നോട്ടീസ് ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അതിനുത്തരവാദി ജ്യോതി മാത്രമായിരിക്കും. എന്റെ സഹോദരൻ മരിച്ചിട്ട് പോലും ഞാൻ ഇത്രയ്ക്ക് സങ്കടപ്പെട്ടിട്ടില്ല. ഒരു സഹോദരിയെ പോലെ ജ്യോതിയെ സ്നേഹിച്ചവളാ ഞാൻ. ഇപ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. DKയോട് ഇത്രയ്ക്ക് ആത്മാർത്ഥത ഇല്ലാത്ത ഒരുത്തിയെ അമ്മായിയമ്മയുടെ സ്ഥാനത്ത് സ്നേഹിച്ചു പോയതിന്. ഞങ്ങൾക്കും ജീവിത അമരാവതിയും ഞങ്ങളുടെ ഭർത്താക്കന്മാരും ആ വീട്ടിലെ അമ്മയും പിന്നെ ആ വീടിന്റെ എല്ലാമെല്ലാമായ DKയും ഒക്കെയാ. ഇപ്പോ ഞങ്ങൾ ഒരുമിച്ചൊരു കാര്യം തീരുമാനിച്ചിരിക്കുക. DKയുടെ ജീവിതം നശിപ്പിക്കാൻ അവള് തീരുമാനിച്ചാൽ പിന്നെ ഞങ്ങൾ 3 പേരും അവളുടെ ശത്രുക്കളായിരിക്കും. പറഞ്ഞേക്ക് മോളോട്. വാ മായേച്ചി. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ ആശാദ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ അവളെ ഒന്ന് അനുസരിപ്പിക്കും? എനിക്കൊന്നും അറിയില്ല. ഇനി വരുന്നതൊക്കെ അനുഭവിക്കാം, അത്ര തന്നെ. DK ചതിച്ചത് നീയാ. DK തകർത്തത് നീയാ. തകർന്നു പോയത് ആ അമ്മയാ ജ്യോതി. ആ അമ്മ നിനക്ക് ഈ ജീവിതത്തെ മാപ്പ് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമരാവതിയിൽ ആ അമ്മ നിന്നെ അറിഞ്ഞൊന്ന് ശപിച്ചാലുണ്ടല്ലോ, നീ ഭസ്മമായി പോവും, ഓർത്തോ? ഇന്നു മുതൽ നിനക്ക് ഞങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ല. ഇതോടെ എല്ലാം തീർന്നു. ആ
ഹലോ ഡിക്കേ, എന്തായി? അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഹേമലത എന്ന പേര് പോലും വ്യാജമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഹൈക്കോടതിയിലെ ഏതോ ഒരു വക്കീൽ വന്ന് അവൾക്ക് ജാമ്യം എടുത്തു കൊടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ അവൾ വാനിഷായി. എവിടെ നിന്നോ വന്ന ഒരുത്തി നിമിഷ നേരം കൊണ്ട് എല്ലാം കടപുഴക്കി എറിഞ്ഞു. എന്നിട്ട് അവൾ എങ്ങോട്ടോ മാഞ്ഞു പോയത്രേ. ആരാണവൾ? അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. തന്റെ പോലീസിനെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറയും, DK ഇറങ്ങും. തനിക്കറിയാലോ, മരിച്ചതിന് തുല്യ എന്റെ അവസ്ഥ. ജ്യോതി പിണങ്ങിപ്പോയതല്ല ഇപ്പൊ എന്റെ പ്രശ്നം. DKയുടെ ഇമേജ് ഇപ്പോ ഒരു പെൺവാണിഭക്കാരൻ്റെതാ. അതെനിക്ക് മാറ്റിയേ പറ്റൂ. അവളെ കൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലെ എല്ലാ ശക്തികളെയും വെളിച്ചത്ത് കൊണ്ടുവന്നേ പറ്റൂ. ആ സ്ത്രീക്കെതിരെ അന്വേഷണം നടത്താൻ താൻ ആ ACPയോട് പറഞ്ഞതല്ലേ? പിന്നെന്തിനാ ആ സ്ത്രീക്ക് അവർ ജാമ്യം കൊടുത്തത്? എ കോൾ ഫ്രം ദി ടോപ്പ്. തിരുവനന്തപുരത്ത് നിന്ന് ACPയെ ആരോ വിളിച്ചു. വെറും വിളിയല്ല, ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാ വിളി വന്നത്. ഓ, അപ്പൊ കളികൾ ഒരുപാട് മുകളിൽ നിന്നാണല്ലേ? ഇതിനെല്ലാം പിന്നിൽ അവൻ തന്നെയാ, ആ MP വിഘ്നേഷ്. അവൻ എന്റെ കുടുംബത്ത് കയറിയ കളിച്ചത്. വിടില്ല ഞാൻ അവനെ. അവൻ ഇനി MP അല്ല, കേന്ദ്രമന്ത്രി ആയാലും ഇതിന് തിരിച്ചടി DK കൊടുത്തിരിക്കും. എടോ, താനിപ്പോ എടുത്ത അടി ഒന്നിനും പിന്നാലെ പോകരുത്. ഞാൻ അറിഞ്ഞിടത്തോളം ഈ MP വിഘ്നേഷ് കേന്ദ്രത്തിൽ വലിയ സ്വാധീനമുള്ള ആളാ. അവന്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരനായ തന്നോട് പ്രതികാരം ചെയ്യാൻ അവൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ? ഇതവന്റെ ആദ്യത്തെ അറ്റംപ്റ്റ്. തന്നെ മാനസികമായി തകർക്കാൻ സമൂഹത്തിന് മുമ്പിൽ അവൻ അനുഭവിച്ചതിനേക്കാൾ വലിയ നാണക്കേട് തന്നെ കൊണ്ട് അനുഭവിപ്പിക്കാനുള്ള പുറപ്പാടിൽ തന്നെ ആയിരിക്കണം അവൻ. അതുകൊണ്ട് അവനുമായി ഒരു കളിക്കിറങ്ങുമ്പോൾ സൂക്ഷിക്കണം. താനൽപ്പം വെയിറ്റ് ചെയ്യേ. ആ സ്ത്രീയെ ഞാൻ തന്നെ തന്റെ മുന്നിൽ കൊണ്ട് നിർത്തിത്തരാം. ഏത് കളിക്കൊരു നിയമമുണ്ട്, ന്യായമുണ്ട്. അമലയുടെ കാര്യത്തിൽ എന്റെ ഭാഗത്തായിരുന്നു ന്യായം. പക്ഷെ അതിന്റെ പേരിൽ അവൻ എന്റെ കുടുംബം തകർക്കാൻ വന്നാൽ അവനെ തകർക്കാൻ ഞാനും ഇറങ്ങും. പിന്നെ അവന്റെ അവസാനം കണ്ടേ ഞാൻ അടങ്ങും. എടോ, എടുത്തു ചാടാതെ വിവേകത്തോടെ ആലോചിക്കും. അവനിപ്പോ രംഗത്ത് വന്ന് കഴിഞ്ഞു. നമുക്ക് അവനോട് നേരിൽ സംസാരിക്കാം. ഒരു സന്ധി സംഭാഷണം. അങ്ങനെ തന്നെ വിചാരിച്ചോ? നോ. കൊല്ലാൻ വരുന്നവനോട് സന്ധി സംസാരിക്കാൻ പോയാൽ അവൻ നമ്മളെ കാലിനടിയിൽ ചവിട്ടി താഴ്ത്തും. അതിന് ഞാൻ നിന്നു കൊടുക്കണമെന്നാണോ താൻ പറയുന്നത്? ഒരിക്കലുമല്ല. ഞാൻ അന്വേഷിച്ചിടത്തോളം അയാൾ അത്രയ്ക്ക് ദുഷ്ടനൊന്നും അല്ല. വേണമെങ്കിൽ തനിക്ക് വേണ്ടി ഞാൻ അയാളെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. വേണ്ട, എനിക്ക് വേണ്ടി താൻ ആരെയും കാണണ്ട, ആരോടും സംസാരിക്കുകയും വേണ്ട. പറ്റുമെങ്കിൽ താൻ ആ പെണ്ണിനെ കണ്ടുപിടിക്കാൻ നോക്ക്. അത് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഇയാളുടെ ഒരു കാര്യം. എന്തായാലും അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. DK രക്ഷിക്കാൻ വേറെ വഴിയില്ല. DK ഇറങ്ങി തിരിച്ച പിന്നെ അയാളെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഹീസ് മോസ്റ്റ് ഡേഞ്ചറസ്. നിങ്ങൾ എത്തിയോ? ഓ, എത്ര നേരം ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു. എന്താ ഇത്ര താമസിച്ചത്? ജ്യോതി എന്ത് പറഞ്ഞു? അവള് പറഞ്ഞത് എന്താണെന്ന് പറയാതിരിക്കുന്നതാ ഭേദം. അതെന്താ? അമ്മേ, ഞങ്ങൾ വ്യക്തമായിട്ട് ജ്യോതിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ അതൊന്നും കേൾക്കാനോ അതിന് മറുപടി പറയാനോ അല്ല അവള് തയ്യാറായത്. പിന്നെന്താ അവള് നിങ്ങളോട് പറഞ്ഞത്? അവള് കണ്ട കാഴ്ചയല്ലാതെ മറ്റൊന്നും വിശ്വസിക്കാൻ അവള് തയ്യാറല്ല. DK തെറ്റ് ചെയ്തു എന്ന് തന്നെയാ അവൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്റെ ദേവി, ഇവളത് എന്തിന്റെ പുറപ്പാടാ? ഇങ്ങനെ പോയാൽ ഇവര് രണ്ടുപേരും എങ്ങനെ ഒന്നിക്കും? അക്കാര്യത്തിൽ അമ്മ പേടിക്കണ്ട. തൽക്കാലം അവരുടനെ ഒന്നും ഒന്നിച്ചു ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേ, കുറച്ച് അഹങ്കാരത്തിന്റെ ഭാഷയിലാ ജ്യോതി സംസാരിച്ചത്. ഇത്രയും നാള് അവളോടൊപ്പം താമസിച്ച ഭർത്താവിനുണ്ടായ ഒരു പ്രതിസന്ധി, അതിൽ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് അയാൾക്ക് വേണ്ടി വാദിക്കേണ്ടവളല്ലേ അവള്. പക്ഷേ
ഇപ്പോഴും ഡി കെ കുറ്റപ്പെടുത്താനാ അവള് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളോട് എങ്ങനെ തിരിച്ചു വരാൻ പറയും? ഓ, ഇനി തിരിച്ചു വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ അവള് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേ, ജ്യോതി പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഡി കെ ചതിച്ച ആ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്ന് അവളുടെ മുന്നിൽ വെച്ച് സത്യം തെളിയിച്ചിട്ടല്ലാതെ അവൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പ്രശ്നമല്ലെന്നാ അവള് പറയുന്ന. ഒടുവിൽ ഞങ്ങൾക്ക് അവളോട് വഴക്കിടേണ്ടി വന്നു. അമ്മയ്ക്ക് അറിയോ, അവള് ഞങ്ങളെ തല്ലില്ലെന്നേ ഉള്ളൂ. സത്യമാണോ താര നിങ്ങൾ പറയുന്നത്? താര പറഞ്ഞതില് ഒരല്പം കൂട്ടിച്ചേർക്കലുണ്ടെങ്കിലും അവളുടെ രീതി അത് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ പോകുന്നത്. ഒരു വാശിക്കിപ്പോ ഇറങ്ങിപ്പോയി. പക്ഷെ ഇനി എത്ര വാശി കാണിച്ചാലും ചിലപ്പോ തിരിച്ച് അമരാവതിയിലേക്ക് കയറാൻ അവൾക്ക് പറ്റിയെന്ന് വരില്ല എന്നുള്ള കാര്യം അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാ ഞങ്ങൾ പോകുന്നത്. പണ്ടിങ്ങനെയൊന്നും ആയിരുന്നില്ല ജ്യോതി. ഡി കെയോടുള്ള ജ്യോതിയുടെ ആറ്റിറ്റ്യൂഡും ഇതായിരുന്നില്ല. ഡി കെ ഒരു കാര്യത്തിനും കുറ്റപ്പെടുത്തുന്നതോ ഡി കെ കുറിച്ച് മറ്റൊരാള് കുറ്റം പറയുന്നതോ ഡി കെക്ക് അപമാനം വരുന്ന എന്തെങ്കിലും ചെയ്യുന്നതോ ജ്യോതിക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. ജ്യോതി തന്നെ അമ്മയെ കുറ്റപ്പെടുത്തുന്നു. ഡി കെക്ക് വേണ്ടി ഞങ്ങൾ പറയുന്നതൊന്നും അവൾ വിശ്വസിക്കുന്നുമില്ല. എന്താ അതിന്റെ അർത്ഥം? അവളുടെ അഹങ്കാരം തന്നെ, അല്ലാതെ എന്താ. ഇതിനെ ഡിവോഴ്സ് ചെയ്യുന്നത് നല്ലെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റോപ്പ് ഇറ്റ്. നീ എന്താ ഈ പറയുന്നത്? ഡിവോഴ്സ് ചെയ്യാനോ? ഭാര്യയും ഭർത്താവൊക്കെ ആകുമ്പോ ചിലപ്പോ വഴക്കെട്ടെന്നൊക്കെ ഇരിക്കും. ചിലപ്പോ ആ പണങ്ങി അവനവന്റെ വീട്ടിൽ പോയെന്നും ഇരിക്കും. അതിനൊക്കെ ചാടിക്കറി ഡൈവേഴ്സ് ചെയ്യാണ് ചെയ്യേണ്ടത്. മായേ, അവളെ എങ്ങനെയെങ്കിലും അവിടെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് അമ്മ ഉദ്ദേശിച്ചത് ഇനി ഡി കെ പോയി അവളുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് മാപ്പ് അപേക്ഷിക്കണമെന്നാണോ? അമ്മേ, അത് ഈ ജന്മത്ത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോയവരൊക്കെ പോയ വഴി പൊക്കോട്ടെ എന്ന നിലപാടില്ല ഡി കെ. അവനവന് വിശ്വാസം ഉണ്ടാവുന്ന കാലം മാത്രം തിരിച്ചു വന്നാ മതിയെന്ന ഇന്നലെ ഞങ്ങളോട് ഡി കെ പറഞ്ഞത്. അമ്മേ, നമ്മൾ ഇനി എത്ര പോയി കേണപേക്ഷിച്ചാലും അവള് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആരും പോകണ്ട, ഞാൻ പോകാം. ഞാൻ വിളിച്ച അവള് വരും. ഡി കെയോട് ആലോചിച്ചിട്ട് മാത്രം അമ്മ പോയാ മതി. ഇല്ലെങ്കിൽ ഇനി അതിന്റെ പേരിലാവും ഡി കെ ചൂടാവുക. അമ്മ വെറുതെ അവളുടെ മുന്നിൽ മാനം കെടാൻ നിൽക്കണ്ട. ഇവിടുന്ന് ഇറങ്ങി പോവാൻ അവള് കാത്തിരുന്നത് പോലെ എനിക്കിപ്പോ തോന്നുന്നത്. ഇങ്ങനെയുള്ള അവളെ എന്തിനിപ്പോ തിരിച്ചുകൂടെ കൊണ്ടുവരുന്നേ? ഡി കെ തന്നെ തീരുമാനിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. പാടി, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. മൈലേറ്റിൽ കണ്ണാ, കുഴപ്പത്തിന്ന് കുഴപ്പത്തിലേക്കാണല്ലോ ഈ വീടിനെ നീ കൊണ്ടെത്തിക്കുന്നത്. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു താ കണ്ണാ. മോള് ഒന്ന് താഴേക്ക് വാ. എന്താ ഡി കെ വന്നിട്ടുണ്ട്. എന്തോ മോളോട് സംസാരിക്കണമെന്ന്. വാ. എന്റെ ദേവി, ഏട്ടനോട് ഞാൻ എന്ത് മറുപടി പറയും? ഏട്ടൻ വിളിച്ച ഞാൻ എങ്ങനെ അമരാവതിയിലേക്ക് പോവാതിരിക്കും? അവള് പോരും. കൊടുക്ക. വേണ്ട. അതെന്താ മോനെ, ഒരു ചായ കുടിക്കാനുള്ള ബന്ധം പോലും നമ്മൾ തമ്മിലില്ലേ? കുടിക്കും. അവള് മോനോട് ചെയ്ത തെറ്റിന് ഞങ്ങളെ ശിക്ഷിക്കരുത്. മോനെ ഞങ്ങൾ അവിശ്വസിച്ചിട്ടില്ല. മോൻ എന്തായാലും അവളോട് സംസാരിക്കും. മോൻ വിളിച്ച അവള് വരും. ഇപ്പൊ തന്നെ അവളെ തിരിച്ചു കൊണ്ടുപോയാൽ അത്രയും നല്ലത്.